തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞയിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അനുമതി നൽകിയില്ല. വിജയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെന്ന് അറിയിച്ചതായി സൂചന. 107 MLA-മാർ ഒപ്പമുള്ള വിജയ്ക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇനി 11 പേരുടെ കൂടി പിന്തുണയാണ്. കേവല ഭൂരിപക്ഷം വേണമെന്ന് സുപ്രീം കോടതി വിധിയുണ്ടെന്ന് ഗവർണർ അറിയിച്ചു. TVKയ്ക്ക് ഉപാധികളോടെ പിന്തുണ പ്രഖ്യാപിച്ച് സഖ്യം വിട്ട കോൺഗ്രസ് DMK-യുടെ രൂക്ഷ വിമർശനം. TVKയ്ക്ക് പിന്തുണ ലഭിച്ചിട്ടില്ലെന്ന് അണ്ണാ DMK. പ്രചരിച്ച വാർത്തകൾ ശരിയല്ലെന്ന് മുൻ മന്ത്രി KP മുനിസ്വാമി പറഞ്ഞു. 47 നിയുക്ത MLA-മാരും TVKയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகம் தமிழக வெற்றி கழகத்திற்கு ஆதரவு தெரிவிப்பதை போன்ற செய்திகளும் பிரேக் நியூஸிலும் வந்து கொண்டிருக்கிறது. அது முற்றிலும் தவறான ஒரு செய்தி. எந்த சூழ்நிலையிலும் அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகம் தமிழக வெற்றி கழகத்திற்கு ஆதரவு தெரிவிக்கப்படவில்லை என்பதை எங்களுடைய கழகத்தினுடைய போற்றுதலுக்குரிய பொதுச் செயலாளர் எடப்பாடியாருடைய அனுமதியுடன் தெரிவித்துக் கொள்கிறேன். മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. മനേഷ്, തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു TVK. പക്ഷേ സത്യപ്രതിജ്ഞ നാളെ നടത്താനാകാത്ത സാഹചര്യമാണ് ഉള്ളതല്ലേ? അനൂപ്, തീർച്ചയായും നാളെ എന്തായാലും ഇപ്പോൾ സത്യപ്രതിജ്ഞ നടക്കില്ല. കാരണം ഗവർണറുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇന്നിപ്പോൾ വൈകിട്ട് രാത്രിയോടുകൂടി TVKയുടെ നിയമവിഭാഗം അത് വിജയുടെ നേതൃത്വത്തിൽ ഗവർണറെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കം ഒരുപക്ഷെ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 113 എന്ന് പറയുന്ന സീറ്റുകൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേരുമ്പോൾ 113 സീറ്റ്, ആ സീറ്റുകൾ വെച്ചുകൊണ്ട് എന്തായാലും ഒരു അധികാരത്തിൽ ഒരു സത്യപ്രതിജ്ഞ ക്ഷണിക്കാൻ അല്ലെങ്കിൽ അനുമതി നൽകാൻ എന്തായാലും സാധിക്കില്ല എന്നുള്ളതാണ് ഗവർണർ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം 118 എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലേക്ക് എന്തായാലും വിജയ് എത്തിയിട്ടില്ല, TVK എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധിയാണ് താൻ പാലിക്കുന്നത്. ഒരിക്കലും തന്റെ തീരുമാനമല്ല, അത് സുപ്രീം കോടതിയുടെ വിധിയാണ് എന്നാണ് ഗവർണർ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ സത്യപ്രതിജ്ഞ എന്തായാലും നീളും എന്ന് തന്നെയാണ് സൂചന. മാത്രമല്ല, നാളെ ചെന്നൈയിൽ നിന്നും തിരികെ കേരളത്തിലേക്ക് പോകും എന്നാണ് ഗവർണർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ ഉച്ചവരെ മാത്രമാണ് പറഞ്ഞ രീതിയിൽ TVKയ്ക്ക് ഒരു സമയമുള്ളത്. ആ സമയത്തിനുള്ളിൽ എന്തായാലും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു 5 സീറ്റുകൾ കൂടി എവിടെ നിന്നെങ്കിലും ആരുടെയെങ്കിലും സപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ തീർച്ചയായും വരും ദിവസങ്ങളിലെങ്കിലും അടുത്ത ദിവസമെങ്കിലും ഈ പറഞ്ഞ പോലെയുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു അനിശ്ചിതത്വം എന്തായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ട് താനും. ഇടതുപക്ഷ പാർട്ടികളുമായി ഇടതുപക്ഷ പാർട്ടികൾക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നു TVK. പക്ഷേ ഇക്കാര്യത്തിൽ എന്തായാലും കൃത്യമായൊരു നിലപാട് ഇരു പാർട്ടികളും CPIM ആണെങ്കിലും CPI ആണെങ്കിലും എടുത്തിട്ടില്ല. യോഗങ്ങൾ ചേർന്നതിന് ശേഷം അത്തരം എന്താണ് തീരുമാനിക്കാം എന്നാണ് അവരുടെ ഒരു പാർട്ടികളുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. മറ്റൊന്ന് പാട്ടാളി മക്കൾ കക്ഷിയാണ്. പക്ഷേ പാട്ടാളി മക്കൾ കക്ഷിയുമായി സംസാരിച്ചപ്പോൾ തന്നെ ഡെപ്യൂട്ടി CM ഷിപ്പാണ് അവർ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള സംസാരത്തിന് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ചർച്ചകൾക്ക് എന്തായാലും ഇനിയിപ്പോൾ വലിയ സ്കോപ്പ് ഉണ്ടോ എന്ന കാര്യത്തിൽ അത്തരത്തിലുള്ള ചിന്തകളൊന്നും അത്തരത്തിലുള്ള ചർച്ചകളൊന്നും എന്തായാലും TVKയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അണ്ണാ DMK ഇന്ന് രാവിലെ മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 47 MLA-മാരുണ്ട്. 47 MLA-മാർ പുറത്തുനിന്ന് TVKയെ പിന്തുണയ്ക്കുമെന്നുള്ളതായിരുന്നു. അത് അവരുടെ സംസ്ഥാന വക്താവായിട്ടുള്ള കോവി സത്യന്റെ പറഞ്ഞ കാര്യങ്ങൾ ബൈറ്റ് ഉൾപ്പെടെ നമ്മൾക്ക് ലഭിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവസാനം ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കാര്യങ്ങളിലൊക്കെ ഒരു വലിയ മാറ്റമാണ് അണ്ണാ DMK പറയുന്നത്. അതായത് അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല, ഒരു കാരണവശാലും TVKയ്ക്ക് പിന്തുണ നൽകില്ല എന്നായിരുന്നു അല്പസമയം മുമ്പ് മുൻ മന്ത്രിയും അതുപോലെ തന്നെ അണ്ണാ DMKയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള KP മുനിസ്വാമി പറയുകയും ചെയ്തത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ വഴികളും അടഞ്ഞ ഒരു നിലയിൽ തന്നെയാണ് TVK നിലവിലുള്ളത്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തീർച്ചയായും ഇന്ന് രാത്രിയും നാളെയും ഒക്കെയായി TVK ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ നടക്കാനിരിക്കുന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു അനിശ്ചിതത്വത്തിൽ തന്നെയാണ്. അതിനി മറ്റേത് ദിവസം നടത്താൻ സാധിക്കും. 118 എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലേക്ക് 5 സീറ്റുകൾ കൂടി ഇനി വേണം. ആ 5 സീറ്റുകൾ എവിടെ നിന്ന് ലഭിക്കുമെന്ന വലിയ ചർച്ചയിൽ തന്നെയാണ് TVKയുടെ നേതാക്കളും വിജയ് ഉൾപ്പെടെയുള്ള ആളുകളും. അത് തന്നെയാണ്. അണ്ണാ DMK U-ടേൺ അടിച്ചതാണ് ഇപ്പോൾ വിജയ്ക്ക് മുന്നിൽ ഉള്ള ഒരു വലിയ പ്രതിസന്ധി. എന്തായാലും നാളെയോ മറ്റന്നാളോ ഒക്കെയായി വിജയ് ഈ പറഞ്ഞ 11 പേരെ കൂട്ടിച്ചേർത്ത് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.